ഈ വീട്ടിൽ കയറാൻ പറ്റുമോ? ഇതാണ്ടേ കട്ടില് കെട്ടി വെച്ചേക്കോ. ഇതാണ് കണ്ടോ, ഇതിനകത്ത് കൊണ്ട് 6-ലായിരിക്കും 65 രൂപ കൊടുക്കണം. ഇവര് നമ്മളെ ചതിച്ചിട്ടില്ലല്ലോ ഒരിക്കലും. എന്താന്ന് പറഞ്ഞാൽ ഇവർ കോട്ടില്ല. നമുക്കൊരു ബാത്റൂം കക്കൂസ് പോലും ഇല്ല. ഇതൊരു ആണന്റെ അയ്യത്താ ഇപ്പൊ ഈ കക്കൂസ് കൂലി എടുത്തത്. ആണന്റെ അയ്യത്താ. അവസ്ഥ നോക്കിക്കോ, കണ്ടോ? ഇതിനകത്ത് പാമ്പുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. കൈ പിടിക്കാൻ പേടിയാ. അവൻ എന്റെ അടുത്ത് 1 സെന്റാ ചോദിച്ചത് ആദ്യം. ഞാൻ പറഞ്ഞു നിനക്ക് 1 സെന്റ് അല്ല 3 സെന്റ് ഇട്. അങ്ങനെ എനിക്ക് വോട്ട് മേടിക്കാനാണെങ്കിൽ ഇലക്ഷന് മുന്നേ എനിക്ക് വേണേ ഇതൊരു പബ്ലിസിറ്റി കൊടുക്കായിരുന്നു. കണ്ടില്ലയോ? ഇത് പൊക്കിയാ പോയി, ഈ കമ്പ് പോയാ വാതില് പോയി. ഇവിടെ വെള്ളക്കാർഡ് കൊടുത്തേക്കുന്ന സപ്ലൈ ഓഫീസർ കണ്ടോ. നീ ഒരു കാരണവശാലും നീ വിഷമിക്കണ്ട. ഞങ്ങൾ നിന്റെ ഒപ്പം ഉണ്ടെന്ന് പറഞ്ഞാൽ നിന്റെ വോട്ട് ചോദിച്ചിട്ടല്ലോ. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് പറയാം വോട്ടില്ല. കുടിലിൽ കിടക്കുന്നവന് വെള്ളക്കാർഡും ഇതുപോലെ വാർപ്പ് കെട്ടിടത്തിൽ കിടക്കുന്നവന് മഞ്ഞക്കാർഡും. ഒരു വീടിന്റെ അവസ്ഥ കണ്ടോ? അവസ്ഥ കണ്ടപ്പോ ഇവരുടെ അടുത്ത് നമ്മൾ എങ്ങനെ വോട്ട് ചോദിക്കും? ഇത് മനസാക്ഷി ഉള്ളവനും കണ്ണിച്ചോരയുള്ളവനും ചോദിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണോ ഈ? ഇതാ എന്റെ വീട്, ഇതാണ് നമ്മുടെ വീടിന്റെ അവസ്ഥ. നമുക്കാണെങ്കിൽ ഇതാണ്ട് കണ്ടില്ലേ, ഇതൊക്കെ എല്ലാം കെട്ടിയെല്ലാം വെച്ചേക്ക, ഈ തൂണിലൊക്കെ ഇത് നിൽക്കുന്നത്. നമ്മളന്നേരം നമുക്ക് വോട്ടില്ല, ഞങ്ങളുടെ അമ്മയ്ക്ക് ആധാറില്ല, റേഷൻ കാർഡിൽ പേരില്ല, ഒന്നുമില്ല. അങ്ങനെ ഷാജാണ്ണ ഇവിടെ ഒന്ന് വോട്ട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ നമുക്ക് ഇവിടെ വോട്ടില്ല. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു വിട്ടിട്ടും ഷാജാണ്ണൻ പിന്നെ എന്നിട്ട് വന്ന് നമ്മൾക്ക് വേണ്ട 2 സെന്റ് സ്ഥലം തന്ന് ഒരു വീടും വെച്ച് തരാന്ന് പറഞ്ഞു. വോട്ടില്ലെന്ന് പറഞ്ഞ് വിട്ടതാ. നമുക്കില്ല, 4 വോട്ടുള്ളേ, 4 പേർക്കും ഇല്ല. അവർക്ക് ഇതൊന്നും ഇല്ല, ആധാറില്ല, റേഷൻ കാർഡിന്റെ പേരില്ല, ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞ് ഇട്ട്. അങ്ങനെ പിന്നെ പോയിട്ടാണ് പിന്നെയും വന്ന് അങ്ങനെ മേളി വന്ന് ഈ അണ്ണൻ സ്ഥലമെല്ലാം വാങ്ങിച്ച്, ഇത് വേറെ പുള്ളിക്കാരന്റെ സ്ഥലമായിരുന്നു, അതെല്ലാം അണ്ണൻ വാങ്ങിച്ച്. അണ്ണൻ എന്നാണ്ട് എനിക്ക് നമുക്ക് വീണ്ടും ബാക്ക് വശത്ത് 2 സെന്റ് സ്ഥലം തന്നു. പിന്നെ വീടും വെച്ച് തരാന്ന് പറഞ്ഞു. തൊട്ടടുത്ത് നമുക്ക് വേറെ മെമ്പർമാരുണ്ടായിട്ട് പോലും നമുക്ക് ഇന്ന് വരെ ഒരു സഹായം പോലും ചെയ്തിട്ടില്ല. നമ്മളെ ഇതാണ് ഇത് കണ്ടില്ലേ, മൺതറയാ നമ്മുടെ വീട്. നമുക്ക് ഒന്നും ഇല്ലായിട്ട് തന്നെ നമുക്ക് നടന്ന കിട്ടിയതാണ്ട് ഒരു റേഷൻ കാർഡ് വെള്ള കാർഡ് കണ്ടോ. ഇത് പരാതി കൊടുത്തില്ല. ഇതിനകത്ത് കൊണ്ട് 6-ലായിരിക്കും 65 രൂപ കൊടുക്കണം. 2 സെന്റ് സ്ഥലം നാണ്ടേ അതിന്റെ ബാക്ക് വശത്തേക്ക് നോക്ക്. നമുക്കൊരു ബാത്റൂം കക്കൂസ് പോലും ഇല്ല. ഞങ്ങളുടെ അമ്മൂമ്മയുടെ അവിടെ ബാത്റൂമിൽ പോകുന്നത് തന്നെ നമ്മള്. അത്രയേ ഉള്ളു നമ്മളാലും. ഇവിടെ ഇവിടെ ഇങ്ങനെ ഇത്രയും ഭാഗം ഞങ്ങൾക്ക് കണ്ട് ഇവിടെ വരെ ഉള്ള സ്ഥലം. ഇത് ഒരു ആണന്റെ അയ്യത്താ ഇപ്പൊ ഈ കക്കൂസ് കൂലി എടുത്തത്. ആണന്റെ അയ്യത്താ തന്നെ ആ കക്കൂസ് കൂലി വരെ എടുത്തത്. അത് പിന്നെ നമ്മള് നമുക്ക് പിന്നെ അത്രയും സ്ഥലം തരാന്ന് പറഞ്ഞു, വീടും വെച്ചരാന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മളെ എൻ്റെ ഇല്ലേ ഇതിലൊക്കെ നിൽക്കുവോ, എപ്പോ വേണേലും പോവും. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ വോട്ട് ചോദിച്ച് ഇതുവഴി വന്ന, ഞാൻ പറഞ്ഞു ഇവരെല്ലാം നമുക്കറിയാവുന്ന, നമ്മൾ ഏത് ഇതിന് വിളിച്ചാലും വരുന്ന പിള്ളേരാണ്. അപ്പൊ ഞാൻ ഇതുവഴി നടന്നു പോയിക്കൊണ്ട് വോട്ട് ചോദിച്ച് വന്നപ്പോ ഈ ഒരു വീട് കണ്ടപ്പോ നിങ്ങളൊന്ന് ആർത്ത് പോയിക്കണം. ഒരു പാർട്ടി ഗ്രാമത്തില് ഏത് രാഷ്ട്രീയം ആയിക്കോട്ടെ, ഒരു വീടിന്റെ അവസ്ഥ കണ്ടോ? ഈ അവസ്ഥ കണ്ടപ്പോൾ ഇവരുടെ അടുത്ത് നമ്മൾ എങ്ങനെ വോട്ട് ചോദിക്കും? ഇത് മനസാക്ഷി ഉള്ളവനും കണ്ണിച്ചോരയുള്ളവനും ചോദിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണോ ഈ ഇത് കൊണ്ടാണോ? കേരളത്തിലെ ഒരു അവസ്ഥ നോക്കിക്കോ, കണ്ടോ? ഇതിനകത്ത് പാമ്പുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. കൈ പിടിക്കാൻ പേടിയാ. അതിനകത്താണ് ഇവർ 4 പേര് കിടന്ന് ഉറങ്ങുന്നത്. ഞാനിവിടെ നോക്കുമ്പോ ഇവർക്ക് 4 പേരുള്ളയാ. അപ്പൊ 4 വോട്ടുള്ളോടാ ഇല്ലയോ? അപ്പൊ ഷാലു എൻ്റെ അടുത്ത് പറഞ്ഞു, അണ്ണാ ഞങ്ങൾക്ക് വോട്ടില്ല, പിന്നെ ഞങ്ങളെ ആരും സഹായിക്കത്തില്ല. ഞാൻ പറയട്ടെ, ഞാനൊരു പൊതുപ്രവർത്തകനാവാൻ വേണ്ടി വരുവാ. ഈ വാർഡ് മേടിച്ച് ഈ പാർട്ടി ഗ്രാമത്തിൽ കയറുമ്പോൾ ഇതുപോലൊരു വീട് കണ്ടപ്പോൾ അത്ഭുതം തോന്നി യഥാർത്ഥത്തിൽ. എന്ന് വെച്ചാൽ മാറി മാറി ഓരോരുത്തരും ഭരിച്ചുകൊണ്ടിരിക്കുന്നേ. അപ്പൊ ആരെയും നമ്മൾ കുറ്റം പറയുന്നില്ല. പക്ഷെ ഈ ഒരു അവസ്ഥയെ താമസിക്കുന്നവരുടെ അടുത്ത് വന്ന് വോട്ട് ചോദിക്കാനെ കൊണ്ട് നമുക്ക് എങ്ങനെ പറ്റും? അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഞാൻ ഇവിടെ മേളിൽ സ്ഥലം മേടിക്കുന്നുണ്ട്. സ്ഥലം മേടിച്ചാൽ നിനക്ക് അതിനകത്ത് നിന്റെ ആവശ്യമുള്ള സ്ഥലം എടുക്കാം. അവൻ എൻ്റെ അടുത്ത് 1 സെന്റാ ചോദിച്ചത് ആദ്യം. ഞാൻ പറഞ്ഞു നിനക്ക് 1 സെന്റ് അല്ല 3 സെന്റ് ഇട്. ഇതിപ്പോ 1/2 സെന്റേ ഉള്ളെങ്കിൽ 3 സെന്റ് ഇട്, നിനക്ക് ഞങ്ങളൊരു വീടും വെച്ച് തരാം എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു വോട്ടില്ല. ഞാൻ പറഞ്ഞ വോട്ടല്ല പ്രധാനം. നമുക്ക് ഈ നാട്ടിൽ ഞാനൊരു പൊതുപ്രവർത്തനത്തിന് ഇറങ്ങാൻ വരുമ്പോൾ എനിക്ക് വോട്ട് ചോദിച്ചാൽ ഞാൻ ജയിക്കുവോ തോക്കുവോ അത് നിങ്ങൾ രണ്ടാമത്തെ കാര്യം. പക്ഷെ ഇതുപോലൊരു സാധനം ഇവിടെ കാണരുത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ പലയിടത്ത് ചെല്ലുമ്പോഴും ഇതുപോലെ വോട്ട് ചോദിക്കാൻ പറ്റുന്നൊരവസ്ഥയല്ല. നമ്മൾ തോറ്റാലും ജയിച്ചാലും നമ്മൾ നിങ്ങളോട് ഉണ്ടെന്ന് പറഞ്ഞാണ് നമ്മൾ ഇറങ്ങിയത്. അതുപോലെ തന്നെ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന തോക്കുകയും ചെയ്തു. അപ്പൊ നമ്മൾ പറയും തോറ്റെന്ന് പറഞ്ഞ് നമ്മൾ ഇവിടുന്ന് കളഞ്ഞിട്ട് പോവാന്ന്. നമുക്ക് പറയാം, കോൺഗ്രസ് UDFന്റെ ഒരു സംവിധാനം ഇവിടെ ഒരു പാർട്ടി ഗ്രാമം ആയതുകൊണ്ട് ആരും ശ്രദ്ധിച്ചില്ല, അതാണ് പറ്റിയത്. പക്ഷെ ഇനി കോൺഗ്രസ്സുകാര് ഒന്നടങ്കം ഈ വാർഡിൽ ഉണ്ടാവും, അത് ശക്തമായിട്ട് വരും. എന്ന് വെച്ചാൽ ഈ വീട് നമ്മൾ മാക്സിമം എത്രയും പെട്ടെന്നാണ് വെച്ചാൽ അവന് ഈ വീടായിരിക്കും നമ്മുടെ ഫസ്റ്റ് വീട്. സുഹൃത്തുക്കളെ പറഞ്ഞില്ലേ, നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, എല്ലാവരും കൂടെ കണ്ടുപിടിച്ച് നമ്മൾ സ്ഥലവും കൊടുത്ത് വീടും വെച്ചു കൊടുക്കും.
എന്നുവെച്ചാൽ ഇത് നമ്മൾ മനസാക്ഷിക്ക് വേണ്ടി ചെയ്യുന്ന അല്ല, ഞാൻ ആരെയും കാണിക്കാനോ എടുക്കാനോ അല്ലല്ലോ, മനസാക്ഷിക്ക് വേണ്ടിയല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇതുപോലുള്ളവര് നന്നായി കിടന്നാൽ ഇല്ലില്ല. ഇലക്ഷന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പലയിടത്തും നമ്മൾ പറഞ്ഞ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ജയിച്ചാലും തോറ്റാലും എന്നാ പറഞ്ഞേക്കുന്നത്. അല്ല നിങ്ങൾ എനിക്ക് വോട്ട് തരണമെന്ന് അങ്ങനെ എനിക്ക് വോട്ട് മേടിക്കാനാണെങ്കിൽ ഇലക്ഷന് മുന്നേ എനിക്ക് വേണേൽ ഇതൊരു പബ്ലിസിറ്റി കൊടുക്കായിരുന്നു. ഞാൻ ഇത് കൊടുക്കാന്ന് പറഞ്ഞു, അത് കൊടുക്കാന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. ഇത് ഓർക്കണം, വോട്ടില്ല 4 പേർക്കും. അവിടാ നമ്മൾ പറഞ്ഞത്. അതാ നമ്മുടെ പാർട്ടിക്കാരടുത്ത് നമ്മൾ പറഞ്ഞു, നമുക്ക് വോട്ട് പ്രശ്നമല്ലല്ലോ. നമ്മൾ ഈ വാർഡിലെ എല്ലാവരെയും നമ്മൾ ഒരുപോലെ കാണണമെന്ന് പറയുമ്പോൾ നമുക്കൊരു വോട്ടൊരു വിഷയമേ അല്ല. അതുകൊണ്ട് ഉറപ്പായിട്ട് ഞങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി ഇവനായിരിക്കും. അത് ഇതുപോലൊരു കുടിലിൽ കിടക്കത്തില്ല എന്ന് ഞങ്ങൾ ഉറപ്പ് തരുക കേട്ടോ. നീ ഒരു കാരണവശാലും നീ വിഷമിക്കണ്ട. ഞങ്ങൾ നിന്റെ ഒപ്പം ഉണ്ടെന്ന് പറഞ്ഞാൽ നിന്റെ വോട്ട് ചോദിച്ചിട്ടല്ലോ. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് പറയാം വോട്ടില്ല ചെയ്യാം. പക്ഷെ അടുത്ത പ്രാവശ്യം വോട്ടാക്കിക്കോണം. റേഷൻ കാർഡ് കണ്ടില്ലേ, വെള്ള റേഷൻ കാർഡ്. എടാ, മനസ്സാക്ഷിയുള്ള ഒരു സമൂഹം ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഉണരണം. ആ കാർഡൊന്ന് കാണിച്ച് ഈ വീട്ടിൽ കിടക്കുന്നവന്, എടാ ഇത് ഈ സപ്ലൈ ഓഫീസർ, ബഹുമാനപ്പെട്ട സപ്ലൈ ഓഫീസറോട് ഒന്ന് അറിയാൻ വേണ്ടിയാ ഇത് കാണണം. ഈ കുടിലിൽ കിടക്കുന്നവന് വെള്ളക്കാർഡും ഇതുപോലെ വാർപ്പ് കെട്ടിടത്തിൽ കിടക്കുന്നവന് മഞ്ഞക്കാർഡും. ഈ ലോകം എങ്ങോട്ടാ പോകുന്നതെന്ന് മനസാക്ഷിയുള്ളവർ നിങ്ങൾ ചിന്തിക്കണം. എന്ന് വെച്ചാൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായിട്ടിരിക്കുന്നവര് മനസാക്ഷിക്ക് അനുകൂലമായിട്ടാണ് ഒരു കാര്യം ചെയ്യേണ്ടത്. ഒരിക്കലും നാണ്ട് ഈ വീട്ടില് ഈ വെള്ളക്കാർഡ് ഈ പയ്യന് കൊടുത്തിട്ട് എന്തൊരു കാര്യമായിരിക്കും. ഇതിൽ കൂടുതൽ ഈ കേരളത്തിൽ ഒരു അവസ്ഥ ഉള്ള ഒരു വീടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ആ ഒരു വീട്ടിൽ വെള്ളക്കാർഡ് കൊടുത്ത എൻ്റെ മനസാക്ഷിയുള്ള സപ്ലൈ ഓഫീസറെ നിങ്ങൾ ഇതൊന്ന് മാറ്റി കൊടുക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതാ ഈ വീടിന്റെ അവസ്ഥ കണ്ടില്ലയോ? ഇത് പൊക്കിയാ പോയി, ഈ കമ്പ് പോയാ വാതില് പോയി. ഇവിടെ വെള്ളക്കാർഡ് കൊടുത്തേക്കുന്ന സപ്ലൈ ഓഫീസർ കണ്ടോ? ഈ വീട് കണ്ടോ? ഈ വീട്ടിൽ കയറാൻ പറ്റുമോ? ഇതാണ്ടേ കട്ടില് കെട്ടി വെച്ചേക്കോ. ഇതാണ് കണ്ടോ? ഈ വാതില് കണ്ടോ? ഈ വീട്ടിലാണ് വെള്ളക്കാർഡ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഏത് രീതിയിലാണ് നമ്മൾ പെർഫോമൻസ് ചെയ്യേണ്ടത്? അത് മാറ്റം വന്നേ പറ്റൂ. അപ്പൊ ആ മാറ്റത്തിന് വേണ്ടി എന്ന് UDF ഇതുപോലുള്ള ആൾക്കാരുടെ കൂടെ ഉണ്ടാവും. ഇതിൽ നമ്മൾ ഇടപെടും, കറക്റ്റായിട്ട് ഇടപെടും. ഒരാഴ്ചക്കുള്ളിൽ ബഹുമാനപ്പെട്ട സപ്ലൈ ഓഫീസർ ഇത് മാറ്റി കൊടുത്തില്ല എങ്കിൽ ഇത് കൊടുത്ത ഏത് സപ്ലൈ ഓഫീസർ ആണെങ്കിലും അവർക്കെതിരെ ആക്ഷൻ എടുക്കാനെ കൊണ്ട് നേരിട്ട് നമ്മൾ പരാതി കൊടുക്കുന്നതായിരിക്കും. ഞങ്ങളുടെ 3 പേരും ഉടനെ ഇവന് വീടുണ്ട്. അത് നമ്മളെ ഇവര് പറയത്തില്ലേ, ഇവര് നമ്മളെ ചതിച്ചിട്ടില്ലല്ലോ ഒരിക്കലും. എന്താന്ന് പറഞ്ഞാൽ ഇവർക്ക് വോട്ടില്ല. അതുകൊണ്ട് ഇവര് നമ്മളെ ചതിച്ചിട്ടില്ല. നമ്മൾ സന്തോഷമായിട്ടാണ് നമ്മളെല്ലാം ഓരോ കാര്യത്തിലും ഇടപെടുന്നത്. നമുക്ക് വിജയിച്ചില്ലേ പോലും ഞങ്ങൾ പറഞ്ഞ വാക്ക് അത് ഉറപ്പായിട്ട് ഈ വാർഡിൽ നമ്മൾ പാലിച്ചിരിക്കും. കേരളം കേരളത്തിലെ ഒരു കുടുംബമായത് അതിതരത്തിലില്ലാത്ത കേരളം എന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച കേരളത്തിലെ ഒരു കുടുംബമായി ഞങ്ങൾക്കൊരു ജയമായിട്ടാണ് നമ്മളിത് കാണുന്നത് കേട്ടോ. 10-25 വർഷമായി ഞാൻ ഇവിടെ വന്നിട്ട്. ഞാൻ ഇവിടെ വന്ന് എനിക്ക് ഒരു വീടില്ല, ഒന്നുമില്ല. ഈ ഭരണക്കാര് ഭരിച്ചിട്ടും എനിക്കൊന്നും കിട്ടിയിട്ടില്ല. എനിക്ക് യാതൊരു വകയില്ല. അത് ഇപ്പം ഈ മെമ്പർ ജയിച്ചില്ല, തോറ്റു. എന്നാലും മെമ്പർ തന്നെ. മെമ്പർ പറഞ്ഞ് എൻ്റെ ചേർക്കന് 2 സെന്റ് സ്ഥലവും കൊടുത്തു, ഒരു വീടും വെച്ച് തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അത് സന്തോഷമേ ഉള്ളൂ.